ഇന്നത്തെ ഹിസ്റ്ററിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഹിസ്റ്ററിയിലെ 4ാമത്തെ വിപ്ലവം റഷ്യൻ റവല്യൂഷൻ ആണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് തുടർച്ച എന്നോണമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്. കഴിഞ്ഞ 2 ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഓർമ്മയിലേക്ക് ആദ്യം കൊണ്ടുവരാം, എന്നാലേ ഇതിന് തുടർച്ചയായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് what are the circumstances led to the Russian Revolution, റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ച സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെന്താ പഠിച്ചത്? ബ്ലഡി സൺഡേ, രക്തരൂക്ഷിതമായ ഞായറാഴ്ച, എന്തായിരുന്നു ആ സംഭവം. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് പഠിച്ചത്. അതിനുശേഷം വരുന്ന ടോപ്പിക്കാണ്, അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന സംഭവമാണ് ഫെബ്രുവരി റവല്യൂഷൻ, ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. അത് ഏത് വിപ്ലവത്തിന്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ്? റഷ്യൻ വിപ്ലവത്തിന്റെ ഉള്ളിൽ തന്നെ വരുന്ന സംഭവമാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. എന്താണ് എന്നത് നോക്കാം. നമ്മൾ ഈ സൺഡേ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? The soldiers was fired against the march and the hundreds of demonstrators were killed. പട്ടാളക്കാർ എന്ത് ചെയ്യാണ്? ആ മാർച്ചിന് നേരെ, തൊഴിലാളികൾ നടത്തിയ മാർച്ചിന് നേരെ വെടിയുതിർക്കുകയും 100 കണക്കിന് സമര യോദ്ധാക്കൾ അല്ലെങ്കിൽ വിപ്ലവകാരികൾ അവിടെ എന്ത് ചെയ്യാണ്? കൊല്ലപ്പെടുകയും ചെയ്യുകയാണ്. ആ സംഭവമാണ് ബ്ലഡി സൺഡേ. അതിനുശേഷം ആ ഒരു കൊല്ലപ്പെടല് അല്ലെങ്കിൽ ആ തൊഴിലാളികൾക്ക് ഏറ്റ തിരിച്ചടിക്ക് ശേഷം തൊഴിലാളികൾ ഒന്നുകൂടി എന്ത് ചെയ്യാണ്? ശക്തിയോടെ, ശക്തമായിട്ട് പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. അതിനു വേണ്ടിയിട്ട് അവർ ആദ്യം ചെയ്ത കാര്യം എന്താ അറിയോ? തൊഴിലാളികളുടെ ഓരോ ഓർഗനൈസേഷൻ, ഓരോ സംഘങ്ങൾ കൂടിയിട്ട്, കുറച്ച് നിശ്ചിത എണ്ണം സംഘങ്ങൾ കൂടിയിട്ട് ഓരോ സംഘടനകൾ ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ട്? റഷ്യയിലെമ്പാടും, ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമല്ല, റഷ്യയിൽ എല്ലായിടങ്ങളിലും തൊഴിലാളികളുടെ ഓരോ കൂട്ടങ്ങൾ അവരെന്ത് ചെയ്തു? ഉണ്ടാക്കി. അവർ ഏത് പേരിൽ അറിയപ്പെട്ടതെന്നറിയോ? സോവിയറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. നോക്കാം. വർക്കേഴ്സ് ഓർഗനൈസേഷൻ കോൾഡ് ദി സോവിയറ്റ്സ് were formed all over Russia. റഷ്യയിലെമ്പാടും തൊഴിലാളികളുടെ ഓരോ കൂട്ടായ്മകൾ, ഓരോ സംഘടനകൾ രൂപീകരിച്ചു. ഏത് പേരില്? സോവിയറ്റുകൾ എന്നുള്ള പേരിൽ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അവസാന നിമിഷം വരെ എന്ത് ചെയ്യണം? നമുക്ക് പോരാടാൻ വേണ്ടിയിട്ട്, ഒരു ശക്തിക്ക് വേണ്ടിയിട്ടാണ് തൊഴിലാളികളുടെ ഓരോ കൂട്ടങ്ങളെ നിർമ്മിച്ചത്. നമ്മൾ ആദ്യ ഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ആ പാർട്ടി ആർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു? തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് പിന്നെ 2ആയി. ഏതൊക്കെയാണ്? മെൻഷെവിക്, ബോൾഷെവിക്. അതിന് പുറമെയാണ് തൊഴിലാളികളുടെ ചെറിയ ചെറിയ സംഘങ്ങളെ രൂപീകരിക്കുന്നത്. ഏത് പേരില്? സോവിയറ്റുകൾ. മെൻഷെവിക്കും ബോൾഷെവിക്കും അപ്പൊ അവിടെ ഉണ്ട്, ആ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. അതിന് വേറൊരു എന്താണ് കൂട്ടായ്മ കൂടി ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. Then ഈ സോവിയറ്റുകൾ strengths gained massive strength. Emperor was compelled to form a legislative assembly called Duma. ഈ സോവിയറ്റുകൾ വെറുതെ ഉണ്ടാക്കിയിട്ടല്ല, റഷ്യയിലെമ്പാടും ഉണ്ട് അല്ലെ? റഷ്യന്റെ എല്ലാ മുക്കിലും മൂലയിലും സോവിയറ്റുകൾ ഉണ്ട്. ഇപ്പോ ആ സോവിയറ്റുകൾ വെറുതെ ഇരിക്കല്ല, അവരെന്ത് ചെയ്യാണ്? സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. ശക്തമായി സമരം നടത്തുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യാണ്? ഭരണകൂടത്തിന് മനസ്സിലാവുകയാണ്, അല്ലെങ്കിൽ ഭരണകൂടം നിർബന്ധിതരാവുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഫോം എ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ നിർബന്ധിതരാവുകയാണ്. ആരുടെ സമരഫലമായിട്ട്? സോവിയറ്റുകളുടെ സമരഫലമായിട്ട്. ആ നിയമനിർമ്മാണ സഭയ്ക്ക് ഒരു പേര് കിട്ടും. എന്തായാലും പേരുണ്ടായിരുന്നു? ദ്യൂമ. എന്താ പറയണേ? സമരം ശക്തമായതോടുകൂടി ദ്യൂമ എന്ന പേര്, ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ എന്ത് ചെയ്തു? രൂപീകരിച്ചു ഭരണകൂടം. നിയമനിർമ്മാണ സഭ എന്തിനകം? എല്ലാവരുടെ റെപ്രസെന്റേറ്റീവ്സ്, പ്രതിനിധികളും ഉള്ളതാണ് ഏത്? നിയമനിർമ്മാണ സഭ. അതിന്റെ പേരെന്താണ്? ദ്യൂമ. അപ്പൊ നിയമനിർമ്മാണ സഭ രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാവരോടും ചോദിച്ചിട്ട് രാജ്യത്തിന് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ? അതിനാണല്ലോ എല്ലാവരുടെ പ്രാതിനിധ്യവും ക്ഷണിക്കുന്നത്. അല്ലാതെ എന്താണ് രാജാവിന് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനാണെങ്കിൽ പിന്നെ എങ്ങനെ ഒരു സഭ നിർമ്മിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ.
അപ്പോ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. പക്ഷേ അവിടെ ചെറിയൊരു പ്രയാസം ഉണ്ടാകും. എന്തറിയോ? ഇഗ്നോറിംഗ് ദി പ്രൊട്ടസ്റ്റ് ഫ്രം Duma, Nicholas II decided to participate in the First World War. ഓക്കെ, എന്താണ് പറയുന്നത്? ദ്യൂമയെ മറികടന്ന് എന്ന് പറഞ്ഞാല് ദ്യൂമയിൽ എന്തുണ്ട്? ഒരുപാട് റെപ്രസെന്റേറ്റീവ്സ് ഇല്ലേ അല്ലെ? എല്ലാവരുടെ പ്രതിനിധികൾ ഉണ്ടാവും ആ രാജ്യത്ത്. അവരോടൊന്നും ചോദിക്കാതെ നിക്കോളാസ് രണ്ടാമൻ, അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു സർ ഭരണകൂടത്തിന്റെ ഭരണാധികാരിയായ നിക്കോളാസ് രണ്ടാമൻ എന്ത് തീരുമാനിക്കാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആര് പങ്കെടുക്കും? റഷ്യ പങ്കെടുക്കും. ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യ പങ്കെടുക്കുമെന്ന് ആര് തീരുമാനിക്കാണ്? നിക്കോളാസ് രണ്ടാമൻ ഒറ്റയ്ക്ക് തീരുമാനിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ കാര്യം ഒരു ഒറ്റയ്ക്ക് തീരുമാനിക്കുകയാണെങ്കിൽ ആ രാജ്യം ഏതിലാണെന്നാ പറയാ? ഏകാധിപത്യത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുക അല്ലെ? അതൊരിക്കലും നല്ലൊരു പ്രവണതയല്ല. അപ്പോ നിക്കോളാസ് രണ്ടാമൻ തൊട്ടു മുൻപാണ് ഇത് ദ്യൂമ എന്ന് പറയുന്ന നിയമനിർമ്മാണ സഭ ഉണ്ടാക്കിയത്. പക്ഷെ അതിൽ ആരോടും ചോദിക്കാതെ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആര് പങ്കെടുക്കും? റഷ്യ പങ്കെടുക്കും. ആ തീരുമാനം ശരിയായിരുന്നു. പിന്നീട് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്യാണ്? ദ്യൂമയെ മറികടന്നുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം ഒറ്റയ്ക്ക് എടുക്കുകയാണ്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നതാണ്. നിങ്ങൾ നോട്ട്സ് എന്ത് ചെയ്യാണ്? കറക്റ്റ് ആയിട്ട് അത് എഴുതിയിരിക്കണം. റഷ്യൻ റവല്യൂഷൻ എന്നുള്ളതാണ് ഹെഡിങ് കൊടുക്കേണ്ട. അതിന്റെ കീഴിലായിട്ട് സബ് ഹെഡിങ്ങുകളായിട്ടാണ് ഇതൊക്കെ വരേണ്ടത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് പോയിന്റുകളായിട്ട് എഴുതി വെച്ചാൽ മതി. നോക്കാം. A lot of soldiers were killed in this war. ആ ഒന്നാം ലോക മഹായുദ്ധത്തിന് റഷ്യ പങ്കെടുത്തപ്പോ ഏറ്റവും കൂടുതൽ നഷ്ടം ആരുടെയായിരുന്നു? മനുഷ്യ ജീവന്റെ ആയിരുന്നു. അതായത് ഒരുപാട് സൈനികരെ റഷ്യക്ക് എന്ത് ചെയ്തു? അവിടെ നഷ്ടപ്പെട്ടു ആ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോ. മാത്രവുമല്ല, ഫുഡ് ഷോർട്ടേജ് ബിക്കംസ് അവെയർ അല്ലെ? ഒന്നാം ലോക മഹായുദ്ധത്തിലാണ്. ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത് ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്? 1914 മുതൽ 1918 വരെയാണ് ഇത് ഒന്നാം ലോക മഹായുദ്ധം. അപ്പോ ഫുഡ് ഷോർട്ടേജ് ബിക്കംസ് അവെയർ ബൈ 1917. 1917 എന്തുണ്ടായി? റഷ്യയില് ഭക്ഷ്യക്ഷാമവും രൂക്ഷമായി. അപ്പോ രാജ്യത്തിന് ഒരുപാട് സൈനികരെ നഷ്ടമായി അല്ലെ? സൈനികരെന്ന് പറയുന്നത് ജീവനുകൾ തന്നെയാണ്. അതിന് അനുസരിച്ചുകൊണ്ട് വില കൽപ്പിക്കേണ്ടവരാണ്. അപ്പൊ ആ സൈന്യത്തെ നഷ്ടമാക്കി ആരുടെ തീരുമാനക്കാരനാണ് അല്ലെ? ഏകാധിപതിയെ പോലെ ഒറ്റക്കൊരു തീരുമാനം എടുത്ത നിക്കോളാസ് രണ്ടാമന്റെ മണ്ടത്തരം കൊണ്ടാണ് സംഭവിച്ചത്. മാത്രവുമല്ല, ഭക്ഷ്യക്ഷാമം, ഫുഡ് ഷോർട്ടേജ് അതും ഉണ്ടായി. ആ സമയത്താണ് എന്തെന്നറിയോ പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത്. Thousands of women marched along the street of Petrograd on March 8, 1917. അല്ലെ? റഷ്യൻ റവല്യൂഷൻ ഞാൻ പറഞ്ഞ തുടക്കത്തില് റഷ്യൻ റവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഇത് പെട്രോഗ്രാഡ് നഗരം. രക്തരൂഷിതമായ നാരാശയം എഴുതാൻ കിടക്കുന്നതാണ് പെട്രോഗ്രാഡ് നഗരത്തിലാണ്. 1917 മാർച്ച് 8 ശ്രദ്ധിക്കുക, ഡേറ്റ് പ്രധാനപ്പെട്ടതാണ്. 1917 മാർച്ച് 8 പെട്രോഗ്രാഡ് നഗരത്തിലൂടെ ആയിരക്കണക്കിന് സ്ത്രീകൾ നടത്തി മാർച്ച് നടത്തി. എന്താവശ്യപ്പെട്ടിട്ടാ? കാരണം ഭക്ഷണം തരണം അല്ലെ? ഞങ്ങൾക്ക് ഭക്ഷണം വേണം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചിട്ട് തന്നെയാണ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? പ്രധാനപ്പെട്ട എന്താണ് ട്വിസ്റ്റ്, ഒരു മാറ്റം ഉണ്ടാവണം. The soldiers clashed with the demonstrators in the beginning. ആ ഒരു മാർച്ചിന്റെ തുടക്കത്തിൽ ആരതിനെ എതിർക്കണേ? പട്ടാളക്കാര് അല്ലെ? എന്തായാലും മാർച്ച് നടക്കുമ്പോ, പ്രകടനം നടക്കുമ്പോ അതിനെ തടുക്കാൻ വേണ്ടി ആരെ അണിനിരത്തിയിട്ടുണ്ടാവും? ഭരണകൂടം പട്ടാളത്തെ അണിനിരത്തിയിട്ടുണ്ടാവുമല്ലോ. ആ പട്ടാളം ആദ്യം എന്ത് ചെയ്തു? മാർച്ചിന് നേരെ അല്ലെങ്കിൽ ആ പ്രകടനത്തിന് നേരെ എതിർത്തു. അവരെ ഒഴിവാക്കാൻ ലാത്തിനോടും അല്ലാതെയും ശക്തി പ്രയോഗിച്ചുകൊണ്ട് പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കി. Then later they joined the workers.
കുറച്ചു കഴിഞ്ഞപ്പോ അവരാരുടെ കൂടെ ചേരുകയാണ് സമരം ചെയ്യാൻ? ആ വന്നിട്ടുള്ള ആ പെട്രോഗ്രാഡ് നഗരത്തിൽ കൂടിയിട്ടുള്ള തൊഴിലാളികളോട് കൂടെ അണിചേരുകയാണ് ആര്? പട്ടാളക്കാർ. എന്തുകൊണ്ടായിരിക്കും? അടുത്ത പഠിക്കാൻ. ബിക്കോസ് ട്രാജിക് എക്സ്പീരിയൻസ് ഡ്യൂറിംഗ് ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ അവർക്കുണ്ടായ ദുരിത അനുഭവങ്ങളാണ് ആരോടൊപ്പം സമരം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത്? തൊഴിലാളികളോടൊപ്പം സമരം ചെയ്യാൻ. അതായത് നിക്കോളാസ് രണ്ടാമൻ ഒറ്റക്കെടുത്ത തീരുമാനമാണ് ആണല്ലോ. രാജ്യം ഏത് നിലയിലാണ് എന്ന് ചിന്തിച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. പക്ഷെ അപ്പൊ എന്താണ്, രാജ്യത്തിന്റെ സ്റ്റാറ്റസ് നോക്കിയിട്ട് എന്ത് ചെയ്തോടെ തീരുമാനം എടുത്തു നിക്കോളാസ് രണ്ടാമൻ. ഫസ്റ്റ് വേൾഡ് വാറിൽ റഷ്യ എന്ത് ചെയ്യണം? പങ്കെടുക്കണം. പക്ഷെ അത് മൂലം നഷ്ടമുണ്ടായത് മുഴുവൻ ആർക്കാണ്? പട്ടാളക്കാർ. അല്ലെ, ഞങ്ങളുടെ കൂടെ സഹപ്രവർത്തകരായിട്ടുള്ള ഒരുപാട് പട്ടാളക്കാരുടെ ജീവൻ പോവാൻ കാരണം ആരാണ്? നിക്കോളാസ് രണ്ടാമന്റെ ഭരണകൂടമാണ് എന്ന ചിന്തയാണ് പട്ടാളക്കാരെ മുഴുവനും ആർക്കെതിരാക്കിയത്? നിക്കോളാസ് രണ്ടാമൻ, അല്ലെങ്കിൽ റഷ്യയിലെ ഭരണകൂടത്തിന് എതിരാക്കിയത് അവരാണ്. ആ ഒരു കാരണമാണ്. അപ്പൊ ആ മാർച്ച് ആദ്യം എന്ത് ചെയ്തു? തടുക്കാൻ വേണ്ടി നോക്കുകയാണ്. പിന്നീട് ആ പട്ടാളക്കാരും കൂടി ഏതിനോട് കൂടെ ചെയ്യുകയാണ്? ആ മാർച്ചിൽ പങ്കെടുക്കുകയാണ്. എന്തായിരുന്നു അതിന് കാരണം? ദി ട്രാജിക് എക്സ്പീരിയൻസ് ഡ്യൂറിംഗ് ദി ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആ പട്ടാളക്കാർക്കുണ്ടായ ഞങ്ങളുടെ സഹപ്രവർത്തകർ മരണപ്പെട്ടു, ഞങ്ങൾക്ക് ഒരുപാട് ദുരിതം അനുഭവിക്കേണ്ടി വന്നു, എന്നിട്ടും ജയിച്ചോ? ഇല്ല. അപ്പോ ആ ഒരു പ്രയാസം കാരണമാണ് പട്ടാളക്കാരും കൂടി ആരുടെ കൂടെ ചേരുകയാണ്? സമരക്കാരുടെ കൂടെ, തൊഴിലാളികളുടെ സമരത്തിൽ അണിചേരുകയാണ് ചെയ്യുന്നത്. ശേഷം എന്താണ്? ഇപ്പൊ സമരം എന്തായി? ഒന്നുകൂടി ശക്തിപ്പെട്ടു അല്ലെ, കാരണം തൊഴിലാളികളെ പ്ലസ് സോൾജിയേഴ്സ്, പട്ടാളക്കാരെ കൂടി ഉണ്ടാവുക. Then the workers captured Petrograd and Nicholas II thrown out of power. എന്ത് ചെയ്യാണ്? പെട്രോഗ്രാഡ് നഗരം ആര് പിടിച്ചടക്കുകയാണ്? തൊഴിലാളികളും ആ പട്ടാളക്കാരും അണിനിരന്നിട്ടുള്ള ആ സംഘടനകൾ, അവര് ആ പെട്രോഗ്രാഡ് നഗരം അവരുടെ അധീനതയിലാക്കുകയാണ്. ശേഷം ആരെ വലിച്ച് താഴെ ഇറക്കുകയാണ്? അധികാരത്തിൽ നിന്ന് നിക്കോളാസ് രണ്ടാമനെ വലിച്ച് താഴെ ഇറക്കുകയും ആര് അവിടെ ഫോം ചെയ്യാണ്? പ്രൊവിഷണൽ ഗവൺമെന്റ് വാസ് ഫോർമഡ്. ഒരു സമാന്തര ഗവൺമെന്റ് അവിടെ രൂപീകരിക്കുകയാണ്. അണ്ടർ ആരുടെ നേതൃത്വത്തില? അണ്ടർ അലക്സാണ്ടർ കെരൻസ്കി. ആ പേര് നമ്മളെവിടെ കേട്ടിട്ടുള്ളത്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടെണ്ണാക്കിയിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? മെൻഷെവിക്കുകൾ, ബോൾഷെവിക്കുകൾ. അതിൽ ഏത് പാർട്ടിയുടെ നേതാവാണ് അലക്സാണ്ടർ കെരൻസ്കി? ദി ലീഡർ ഓഫ് മെൻഷെവിക് പാർട്ടിയുടെ നേതാവായ അലക്സാണ്ടർ കെരൻസ്കി എന്ത് ചെയ്യാണ്? ഒരു സമാന്തര ഗവൺമെന്റ് രൂപപ്പെടുത്തുകയാണ്. ആരെ വലിച്ചു താഴെ ഇറക്കിയതിനു ശേഷമാണിത്? നിക്കോളാസ് രണ്ടാമൻ. Then ഈ സംഭവം, this event is known as ഏതാണ്? എന്ത് പേര് അറിയപ്പെടുന്നത്? നമ്മുടെ ടോപ്പിക് ഫെബ്രുവരി റവല്യൂഷൻ. ഈ സംഭവം അപ്പോ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഫെബ്രുവരി വിപ്ലവം എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിന് വേണ്ടി ചെറിയൊരു കാര്യം പറഞ്ഞു തരാം. ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത് ഒരു ആളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി മറ്റൊരാളെ എന്ത് ചെയ്യാണ്? അധികാരത്തിൽ വരുന്നതാണ് എന്ത്? ഫെബ്രുവരി വിപ്ലവം. അങ്ങനെ ഓർത്തിരിക്കുക. ഇതേപോലെ തന്നെയാണ് ഇനി ഒക്ടോബർ വിപ്ലവം പഠിക്കാണ്ട് അതിലും സെയിം കാര്യം തന്നെ പറയുന്നത്. ഒരാളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി മറ്റൊരാൾ അധികാരത്തിൽ കടന്നു വരുന്നു. അപ്പൊ ആ രീതിയിൽ ഓർത്തിരിക്കുക. അപ്പോ റഷ്യൻ റവല്യൂഷനിൽ നമ്മൾ ആദ്യം പഠിച്ചത് സർക്കംസ്റ്റൻസസ്, രണ്ടാമത്തെ ക്ലാസ്സിൽ പഠിച്ചത് ബ്ലഡി സൺഡേ, രക്തരൂഷിതമായ ഞായറാഴ്ച. മൂന്നാമത്തെ ക്ലാസ്സിൽ ഏതാണ്? ഫെബ്രുവരി റവല്യൂഷൻ, ഫെബ്രുവരി വിപ്ലവമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ. ഇതൊക്കെ തുടർച്ചയായിട്ടുള്ളതാണ്. എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ വിപ്ലവങ്ങളിൽ ഒന്നാണ് ഏത്? റഷ്യൻ വിപ്ലവം. പഠിക്കാനുള്ളതിൽ ഏറ്റവും വലിയ വിപ്ലവങ്ങളിൽ ഒന്നാണ് റഷ്യൻ വിപ്ലവം. അപ്പൊ നന്നായിട്ട് വായിക്കണം. വായിച്ച് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹിസ്റ്ററിയിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ.
ഓക്കെ, ദെൻ അടുത്ത അതായത് ലാസ്റ്റ് ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.